ഹായ് ഫ്രണ്ട്സ്, നിഫ്റ്റി അതിൻ്റെ 23,900 എന്നുള്ള ഒരു സപ്പോർട്ട് തകർത്ത് താഴെ വന്ന് 200 മൂവിങ് ആവറേജും താഴെ പോയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് 24,000 എന്നുള്ള സൈക്കോളജിക്കൽ ലെവൽ ക്രോസ് ചെയ്തിട്ട് 24,065 ഇൻട്രാഡേ ഹൈ പോയിരുന്നു. പക്ഷെ അതിനുശേഷം ആ ഇൻട്രാഡേ ലോ പോയത് 23,537 വരെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ 23,587 നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അതിൻ്റെ അർത്ഥം ഒരു ഇൻട്രാഡേയിൽ ഏകദേശം 500 പോയിന്റിന്റെ ഇടിവ് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ മൊത്തത്തിൽ 1.52% താഴ്ചയിലുള്ള ഒരു ക്ലോസിംഗ് ആണ് നമുക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞത്. ഏകദേശം അത് 364 പോയിന്റിന്റെ ഒരു ഇടിവാണ്. അപ്പോൾ ഇത്ര വലിയൊരു ഇടിവിലേക്ക് പോകാനിടയ കാരണം ഇന്നലത്തെ കാരണങ്ങൾ തന്നെയാണ്. പുതുതായിട്ട് വേറെ കാരണങ്ങളൊന്നും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം ഇന്നലെ US ഇൻഡെക്സുകളിലെ ഫോള് അത്രത്തോളം ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. കാരണം അമേരിക്കൻ ഇൻഡെക്സുകളായിട്ടുള്ള ഡൗ ഇന്നലെ 2.6%, അതുപോലെ S&P 500 3%, നാസ്ഡാക്ക് കോമ്പോസിറ്റ് 3.6% താഴ്ത്തു പോയിരുന്നു. പക്ഷേ നിഫ്റ്റിയുടെ ഇടിവ് ഇന്നലെ 1% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇന്നലത്തെ കാരണങ്ങളുടെ ബാക്കി പത്രമാണ് നമ്മൾ ഇന്ന് കണ്ടത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇന്നലെ FII സെല്ലിങ് അത്ര ഹെവി ആയിരുന്നില്ല. 4,000-അടുത്ത് മാത്രമാണ് അവരുടെ സെല്ലിങ്. ഇപ്പോൾ സിംഗിൾ ഡേയിൽ ഇതിലും വലിയ സെല്ലിങ് അവർ നവംബറിലും ഒക്ടോബറിലൊക്കെ നടത്തിയത് നമ്മൾ കണ്ടതാണ്. ഇന്നത്തെ FII DIS ഡാറ്റ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ കഴിയും ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് 3,597, ഓൾമോസ്റ്റ് 3,600 കോടിയുടെ ഒരു സെല്ലിങ്ങും നെറ്റ് സെല്ലിങ് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ ഇവിടെ നടന്നിട്ടുള്ളത് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് വലിയ ബൈയിങ് ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. 1,374 ഒരു നെറ്റ് ബൈയിങ് മാത്രമാണ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് കുറച്ചുകൂടി ബെയറിഷ് ആയിട്ടുണ്ടാവും. അതുപോലെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും നല്ല തോതിൽ ബെയറിഷ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സെല്ലിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇന്നത്തെ ഈ ഒരു ഇത്ര വലിയ സെല്ലിങ് നമ്മൾ കാണാൻ കഴിഞ്ഞത്. ഇന്നത്തെ സെക്ടോറൽ ഇൻഡെക്സുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല റണ്ണപ്പ് നടന്ന സെക്ടറുകളിലൊക്കെയാണ് പ്രോഫിറ്റ് ബുക്കിങ്ങോ അല്ലെങ്കിൽ സെല്ലിങ്ങോ നടന്നിട്ടുള്ളത്. ഇപ്പോൾ നിഫ്റ്റി IT സെക്ടർ നന്നായിട്ട് താഴോട്ടേക്ക് പോയി, ഓട്ടോ ഇൻഡെക്സ് താഴോട്ടേക്ക് പോയിരുന്നു, ഫൈനാൻഷ്യൽ സർവീസസ് താഴോട്ടേക്ക് പോയി, PSU ബാങ്ക്സ് താഴോട്ടേക്ക് പോയി. അതുപോലെ ഏറ്റവും വലിയ റണ്ണപ്പ് നടന്ന റിയാലിറ്റി സെഗ്മെൻറ്റിൽ ആണ് ഏറ്റവും വലിയ തകർച്ച ഇന്നുണ്ടായത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മൊത്തത്തിൽ ഇന്നലെയും ഇന്നുമായിട്ട് വലിയൊരു കറക്ഷനാണ് മാർക്കറ്റിൽ ഉണ്ടായത്. പക്ഷേ നമ്മൾ ഇത്തരം കറക്ഷൻ നടക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ കാരണങ്ങൾ നമ്മൾ അന്വേഷിക്കും. പക്ഷേ ഇത്ര വലിയൊരു റണ്ണപ്പ് നമ്മൾ മാർക്കറ്റിൽ ഉണ്ടായപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് നമ്മൾ പൊതുവെ അന്വേഷിക്കാറില്ല. അപ്പോൾ അതിനും ഒരു വലിയ കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്ര വലിയ റണ്ണപ്പ് നടക്കാനുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഹൈ പീയിൽ നമ്മളുടെ മാർക്കറ്റ് പോയത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ പോകുന്ന പറക്കുന്ന മാർക്കറ്റുകൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒറിജിനൽ മൂല്യത്തിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു കറക്ഷൻ യഥാർത്ഥത്തിൽ ഒരു ഹെൽത്തി കറക്ഷനാണ്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ യഥാർത്ഥത്തിൽ നിങ്ങളൊരു വാല്യൂ ഇൻവെസ്റ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ നല്ല രീതിയിൽ സന്തോഷിക്കുന്ന ഒരു സമയമായിരിക്കും ഇത്. കാരണം നല്ല വാല്യുവേഷനിൽ സ്റ്റോക്കുകൾ ലഭ്യമാകും എന്നുള്ള ഒരു സന്തോഷമാണത്. ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വാല്യൂ ഇൻവെസ്റ്റർ സംബന്ധിച്ചിടത്തോളം ഷോർട്ട് ടേമിൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഇത്തരം അപ്പ് ആൻഡ് ഡൗൺസ് അത് വലിയ തോതിൽ അവരെ അലോസരപ്പെടുത്താറില്ല. കാരണം നിങ്ങളൊരു സ്റ്റോക്ക് ഒരു 5 to 10 ഇയേഴ്സിൻ്റെ ഒരു ടൈം ഫ്രെയിം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ടൈം ഹൊറൈസൺ ഉദ്ദേശിച്ചാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചെറിയ നോയ്സുകൾ നിങ്ങളെ ഒരിക്കലും അലോസരപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇൻഡെക്സുകൾ നമ്മൾ പരിശോധിച്ചാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്നലെ ഇന്നുമായിട്ട് ഫാർമ ഹെൽത്ത് കെയർ സെക്ടറിൽ വലിയ ക്രാഷ് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലെ കഴിഞ്ഞ ഒരു 30 ദിവസത്തെ അല്ലെങ്കിൽ ഒരു മാസത്തെ ആ ഒരു സെക്ടർ പെർഫോമൻസ് നോക്കിയാൽ IT-യും റിയാലിറ്റിയും കഴിഞ്ഞാൽ ഏറ്റവും നല്ല പെർഫോമൻസ് നടത്തിയത് ഹെൽത്ത് കെയർ ഫാർമ സെക്ടറുകളാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഫാർമ ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള 3 ഇൻഡെക്സുകൾ നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ കഴിയും. നിഫ്റ്റി ഫാർമ, അതുപോലെ നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ്, അതുപോലെ നിഫ്റ്റി മിഡ് ആൻഡ് സ്മോൾ ഹെൽത്ത് കെയർ ഇൻഡെക്സ്. വളരെയധികം ചാഞ്ചാട്ടങ്ങളിലൂടെ കടന്നുപോയ കഴിഞ്ഞ മാസങ്ങളിലെ ട്രേഡിംഗ് സെഷനിൽ ഈ ഇൻഡെക്സുകളുടെ പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഫാർമ 4.27% ഒരു റിട്ടേൺ കഴിഞ്ഞ ഒരു മാസം നൽകിയിട്ടുണ്ട്. അതുപോലെ നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് 5.46% ഒരു റിട്ടേൺ നൽകിയിട്ടുണ്ട്. അതുപോലെ നിഫ്റ്റി മിഡ് സ്മോൾ ഹെൽത്ത് കെയർ സെഗ്മെൻറ്റിൽ 5.96% ഒരു റിട്ടേണും നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു ഫാർമ സെഗ്മെൻറ്റിൽ ധാരാളം സ്റ്റോക്കുകൾ അണ്ടർ വാല്യൂഡായി നിൽക്കുന്നതായിട്ടും നല്ല ഫണ്ടമെൻ്റൽസ് ഉള്ള അത്തരം സ്റ്റോക്കുകൾ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു അന്വേഷണമാണ് നമ്മൾ ഈ വീഡിയോയിൽ നടത്തുന്നത്. എല്ലാവർക്കും R4iലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഫാർമ ഇൻഡെക്സും ഹെൽത്ത് കെയർ ഇൻഡെക്സും തമ്മിലുള്ള ഒരു വ്യത്യാസം പറയാം. നിഫ്റ്റി ഫാർമ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഡ്രഗ് ഡെവലപ്മെൻറ്റ്, അതുപോലെ മാനുഫാക്ചറിങ്, അതുപോലെ അതിൻ്റെ മാർക്കറ്റിംഗ്, അപ്പോൾ പ്യുവർലി മരുന്നുമായിട്ട് മാത്രം ബന്ധപ്പെടുന്ന സ്റ്റോക്കുകളാണ് ഫാർമ ഇൻഡെക്സിൽ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ അത്തരത്തിലുള്ള ടോപ്പ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ ട്രാക്ക് ചെയ്യുന്ന ഇൻഡെക്സാണ് നിഫ്റ്റി ഫാർമ ഇൻഡെക്സ് എന്ന് പറയുന്നത്.
ഇപ്പോൾ ഡിവിസ് ലാബ് മുതൽ ബയോകോൺ വരെയുള്ള 20 സ്റ്റോക്കുകളാണ് ഈ ഇൻഡെക്സിലുള്ളത്. ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ അടിസ്ഥാനത്തിലാണ് 6 മാസം കൂടുമ്പോൾ റീബാലൻസ് ചെയ്യുന്ന ഈ ഒരു ഇൻഡെക്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുന്നത് നിഫ്റ്റി 500ൽ നിന്നാണ്. ഇപ്പോൾ F&O സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകൾക്ക് പ്രിഫറൻസ് നൽകാറുമുണ്ട്. അപ്പോൾ ഇവിടെ ടോപ്പ് വെയിറ്റേജ് ഉള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ സൺ ഫാർമസ്യൂട്ടിക്കൽസ് ഇൻഡസ്ട്രീസിനാണ് 24% വെയിറ്റേജ് ഉള്ളത്. സിപ്ലക്ക് 10% വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഡിവിസ് ലബോറട്ടറീസ് 10%, അതുപോലെ ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസിന് 9.42%. അപ്പോൾ ഇതേപോലെ ഹെൽത്ത് കെയർ ഇൻഡെക്സ് എന്ന് പറയുന്നത് അവിടെ ഫാർമ സ്റ്റോക്കുകളുണ്ട്. അത് കൂടാതെ ഹോസ്പിറ്റൽ സ്റ്റോക്കുകൾ, ഡയഗ്നോസ്റ്റിക്സ് സ്റ്റോക്കുകൾ, അതായത് ലാബ് തുടങ്ങിയ ഡയഗ്നോസ്റ്റിക് സെൻറ്ററുകളുടെ സ്റ്റോക്കുകൾ, ഇതുകൂടാതെ വെൽനസ് സർവീസ് കമ്പനികളിൽപ്പെട്ട സ്റ്റോക്കുകളും ഇതിൽപ്പെടും. അപ്പോൾ ആ ഇൻഡെക്സിൽ നമുക്ക് ഇതേ സെയിം ഫാർമ ഇൻഡെക്സിലുള്ള സ്റ്റോക്കുകൾ കാണാൻ കഴിയും. ഇപ്പോൾ സൺ ഫാർമസ്യൂട്ടിക്കൽസിനാണ് അതിലും ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ളത്. അതുകൂടാതെ സിപ്ലക്കും ഉണ്ട്, ഡിവിസ് ലബോറട്ടറീസിനുണ്ട്, ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസിനും ടോപ്പ് 4 കമ്പനികൾ ഇവയൊക്കെയാണ്. അതുകൂടാതെ നമുക്ക് മാക്സ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട്, അപ്പോളോ ഹോസ്പിറ്റൽ എൻ്റർപ്രൈസസ്, അതുപോലെ ആൽക്കം ലബോറട്ടറീസ് തുടങ്ങിയിട്ടുള്ള നോൺ ഫാർമ കമ്പനികൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെയും 20 സ്റ്റോക്കുകളാണുള്ളത്. അപ്പോൾ ഈ 2 ഇൻഡെക്സിലും കാണുന്ന ഒരു സ്റ്റോക്കാണ് ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസത്തെ ബാഡ് മാർക്കറ്റിംഗ് കണ്ടീഷനിലും പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയ സ്റ്റോക്കാണ് ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ്. ഇപ്പോൾ കഴിഞ്ഞ 5 ദിവസത്തെ അതിൻ്റെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ 7.62% റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. ഇതേ സമയം ഫാർമ ഇൻഡെക്സിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ബെഞ്ച് മാർക്ക് റിട്ടേൺ 1.67% മാത്രമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫാർമ ഇൻഡെക്സ് ഇന്ന് 0.86% ഡൗൺ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് ഇന്ന് 1.49% അപ്പായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഡോക്ടർ റെഡ്ഡി ലാബ്സിൻ്റെ പിയർ കമ്പാരിസൺ നമ്മൾ സൺ ഫാർമസ്യൂട്ടിക്കൽ, സിപ്ല പോലെയുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ അവയെല്ലാം ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. പക്ഷേ ഡോക്ടർ റെഡ്ഡി ലാബ്സ് ഇന്ന് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഡോക്ടർ റെഡ്ഡി ലാബ്സ് വലിയൊരു പ്രൈസിൽ ട്രേഡ് ചെയ്ത ഒരു സ്റ്റോക്കായിരുന്നു. 6499 എന്ന ലെവലിൽ ട്രേഡ് ചെയ്യുന്ന സമയത്താണ് ഈ സ്റ്റോക്കിൽ അവർ സ്പ്ലിറ്റ് പ്രഖ്യാപിക്കുകയും അങ്ങനെ അത് 1:5 എന്ന അടിസ്ഥാനത്തിൽ സ്പ്ലിറ്റ് ചെയ്യുകയും 1100, 1200 ലെവലിൽ കുറേ കാലം ഈ സ്റ്റോക്ക് അണ്ടർ പെർഫോമിംഗ് ആയിട്ട് നിൽക്കുകയായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ ഇന്ന് നമുക്ക് 1345 എന്ന ലെവലിലേക്ക് ഈ സ്റ്റോക്ക് എത്തിയത് കാണുന്നത്. കഴിഞ്ഞ ഒരു വർഷം 20% ഒരു റിട്ടേൺ ഈ സ്റ്റോക്ക് നൽകിയത് കാണാം. ആക്ച്വലി അത് ഈ കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷനിലുണ്ടായ റിട്ടേണിൻ്റെ ഭാഗമായിട്ട് ഇത്രയധികം 20% നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ 15% താഴെയായിരുന്നു ഇതിൻ്റെ റിട്ടേൺ. എന്നാൽ നിഫ്റ്റി ഫാർമയുടെ റിട്ടേൺ ഏകദേശം 40% റിട്ടേൺ ആയിരുന്നു. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ബെഞ്ച് മാർക്കായിട്ടുള്ള ഫാർമ ഇൻഡെക്സിനോട് അണ്ടർ പെർഫോം ചെയ്തിട്ടാണ് നമുക്ക് ഈ സ്റ്റോക്ക് കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇത് വലിയ റിട്ടേൺ ഒന്നും നൽകിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ ഡോക്ടർ റെഡ്ഡി ലാബ്സിൻ്റെ ഈ ഒരു അണ്ടർ പെർഫോമൻസ് കാരണം പരിശോധിച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു CAGR സെയിൽസ് ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ 10 ഇയേഴ്സിൻ്റെ CAGR സെയിൽസ് ഗ്രോത്ത് 8% ആണ്. അതായത് ഓരോ വർഷവും 8% വെച്ച് മാത്രമേ ഇത് വളരുന്നുള്ളൂ. ഇനി 5 ഇയേഴ്സിൻ്റെ നോക്കുകയാണെങ്കിൽ അത് 13% ആണ്. അപ്പോൾ ഇതൊക്കെ ഒരു ബിലോ ആവറേജ് സെയിൽസ് ഗ്രോത്ത് ആണ്. ഇനി പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിലും വലിയ മെച്ചമാണെന്ന് കാണാൻ കഴിയില്ല. കാരണം 10 ഇയേഴ്സിൻ്റെ നോക്കുകയാണെങ്കിൽ 11% ഒരു CAGR ഗ്രോത്ത് ആണ്. എന്നാൽ 5 ഇയേഴ്സിൻ്റെ നോക്കുകയാണെങ്കിൽ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്, 24% ആണ്. അപ്പോൾ ഇതൊരു സ്ലോ ഗ്രോയിങ് ബിസിനസ്സാണ് ഇവർ നടത്തുന്നതെന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിന് ബെഞ്ച് മാർക്കിനെ ബീറ്റ് ചെയ്യാൻ കഴിയാഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് ഇതിന് വലിയ ഹൈ PE നൽകാൻ തയ്യാറായിട്ടില്ലെന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം ഇതിൻ്റെ മീഡിയൻ PE നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷം 24.3 എന്നുള്ള PE റേഷ്യോയാണ് കാണാൻ കഴിയുക. കറണ്ട് PE എന്ന് പറയുന്നത് 21 ആണ്. മീഡിയം PEയേക്കാൾ താഴെയാണ് നമുക്കിപ്പോൾ ഇതിൻ്റെ PE കാണാൻ കഴിയുക. എന്നാൽ ഇൻഡസ്ട്രി PE കുറച്ചും കൂടി അധികമാണ്. 33.5 എന്നുള്ള ആ ഒരു ഇൻഡസ്ട്രി PEയിലാണ് ഫാർമ സ്റ്റോക്കുകളൊക്കെ വളരുന്നത്. അപ്പോൾ ആ ഒരു PEയിലേക്ക് ഇതിന് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഇപ്പോൾ ഈ സ്റ്റോക്കിലുണ്ടായ ഈ ഒരു മൊമെൻറ്റത്തിന് കാരണം, അഥവാ ഈ റീസെൻ്റ് ആയിട്ടുള്ള റിസൾട്ടുകളാണോ എന്ന് നമ്മൾ പരിശോധിക്കാൻ ശ്രമിച്ചാൽ, നമ്മൾ കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ അവിടെയും വലിയ ഒരു ഔട്ട്സ്റ്റാൻഡിങ് റിസൾട്ടൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഇയർ ഓൺ ഇയർ സെയിൽസ് 16% വർധനവ്, പക്ഷേ ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ -15% ഇടിവാണ്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ -3% ഇടിവാണ്. സെയിൽസിൽ 4% മാത്രം ഒരു വർധനവും. അപ്പോൾ ഇവിടെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണിത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു റാലിയൊന്നും ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ സ്റ്റോക്കിൽ ഫ്യൂച്ചറിൽ എന്തോ ഒരു ഗ്രോത്ത് സാധ്യതയുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മുന്നേറ്റമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക, നൊമൂറ എന്ന് പറയുന്ന ജപ്പാനിലെ ടോക്കിയോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രോക്കറേജ് ഹൗസ്, അവർ ഇൻ്റർനാഷണലി റിനൗണ്ട് ആയിട്ടുള്ള ജപ്പാനിലെ ഒരു ബ്രോക്കറേജ് ഹൗസാണ്. അവർ ഈ സ്റ്റോക്കിന് അവരുടെ ന്യൂട്രൽ പൊസിഷനിൽ നിന്നും ബൈ റേറ്റിംഗ് കൊടുത്തു എന്നുള്ളതാണ് ഈ സ്റ്റോക്കിലുള്ള ഒരു മൊമെൻറ്റത്തിന് കാരണമായത്.
അപ്പോൾ നൊമൂറ പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ലോങ് ടേം ഗ്രോത്ത് പൊട്ടൻഷ്യലും അതുപോലെ തന്നെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രത്യേകിച്ച് പല എമേർജിങ് മാർക്കറ്റിൽ, ഇപ്പോൾ നോർത്ത് അമേരിക്ക പോലെയുള്ള എമേർജിങ് മാർക്കറ്റുകളിലൊക്കെയുള്ള ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ, അതുപോലെ ഈ ചികിത്സാ രംഗത്തുള്ള ഹൈ ഗ്രോത്ത് സാധ്യതയുള്ള സെഗ്മെൻറ്റിലുള്ള ഇവരുടെ ഒരു കോൺസെൻട്രേഷൻ, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ സ്റ്റോക്കിന് വലിയ സാധ്യതകളുണ്ടെന്നാണ് അവർ കണക്കൂട്ടുന്നത്. അപ്പോൾ ഇവരുടെ ഒരു കോൺകോൾ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. 9.1% റവന്യൂ ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഓൺകോളജി, ഇപ്പോൾ ക്യാൻസർ ചികിത്സാ രംഗത്തൊക്കെയുള്ള പല മരുന്നുകളുടെയും കണ്ടുപിടുത്തത്തിനൊക്കെ വേണ്ടിയിട്ട് വലിയ തോതിലുള്ള R&D ഇവർ ചിലവാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓവർ ഹെഡ് കോസ്റ്റുകൾ വളരെയധികം വർദ്ധിച്ചതിനാൽ ഇവരുടെ മാർജിനിൽ അത് പ്രഷർ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് നല്ല രീതിയിലുള്ള ബിസിനസ് റിസൾട്ടുകൾ കൊണ്ടുവരാൻ കഴിയാത്തതെന്നാണ് നൊമൂറയുടെ കണ്ടെത്തൽ. അപ്പോൾ ഇവർ പറയുന്നത് ഇവരുടെ സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെൻറ്റുകളും അതുപോലെ ഈ R&D എഫേർട്ടുകളും ഒക്കെ ഇതിൻ്റെയൊക്കെ റിസൾട്ട് വരാൻ പോകുന്നത് FY 28 ഇവർ പറയുന്നത്. ഈവൻ FY 26 27 ആയിരിക്കില്ല. അപ്പോൾ വലിയൊരു ലോങ് ടേം ഗ്രോത്ത് പൊട്ടൻഷ്യലിൻ്റെ അടിസ്ഥാനത്തിലാണ് നൊമൂറ ഇതിന് ബൈ റേറ്റിംഗ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നൊമൂറ ഷോർട്ട് ടേമിൽ ഇതിൻ്റെ ഒരു PE 27.5 എന്ന ലെവലിൽ നിന്നും 32.5 ഉയരാൻ സാധ്യതയുണ്ടെന്നും, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടാർഗറ്റ് 1500 എന്ന ഒരു ടാർഗറ്റ് വെച്ചുകൊണ്ടാണ് നൊമൂറ ഇതിന് ബൈ റേറ്റിംഗ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആയിട്ട് ഈ കമ്പനിക്ക് അവർ കാണുന്നത് അമേരിക്കയിൽ ഇവർ നേരിടുന്ന ലോ കോമ്പറ്റീഷനാണ്. പ്രത്യേകിച്ച് ഇഞ്ചക്റ്റബിൾ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സിൻ്റെ ലോഞ്ചസ് US ഇവർക്ക് വലിയ തോതിലുള്ള എതിരാളികളില്ല എന്നാണ് ഇവരുടെ കണ്ടെത്തൽ. ഇത് കൂടാതെ കനേഡിയൻ മാർക്കറ്റിലും ഇവർക്ക് അത്തരത്തിലുള്ള ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ട് എന്നാണ് ഇവർ കണ്ടെത്തുന്നത്. അപ്പോൾ നൊമൂറ ഇവിടെ അവർ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിയർ ടേമിൽ ഇപ്പം പ്രസൻറ്റ് കണ്ടീഷനിൽ തീർച്ചയായിട്ടും വലിയ വെല്ലുവിളികൾ ഈ കമ്പനി നേരിടുമെങ്കിലും വരാൻ പോകുന്ന മീഡിയം ടു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ, ഒരു 3 വർഷത്തെ ഒരു പെർസ്പെക്റ്റീവിൽ ഈ സ്റ്റോക്കിനെ സമീപിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല ബൈങ് അവസരമുള്ള സ്റ്റോക്കായിട്ടാണ് അവരിതിനെ കാണുന്നത്. ഈ സ്റ്റോക്കിൻ്റെ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കാണാൻ കഴിയും. അവിടെ പ്രൊമോട്ടേഴ്സും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും ഫോറിൻ ഇൻവെസ്റ്റേഴ്സും പബ്ലിക്കും അവരുടെയൊക്കെ ഹോൾഡിംഗ് ഏകദേശം ഒരേപോലെയാണ്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് 27% ഹോൾഡിംഗ് ഉണ്ട്, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന് 21% ഹോൾഡിംഗ് ഉണ്ട്, പബ്ലിക്കിന് 24% ഹോൾഡിംഗ് ഉണ്ട്, പ്രൊമോട്ടേഴ്സിന് 26% ഹോൾഡിംഗ്. അപ്പോൾ പ്രൊമോട്ടേഴ്സിൻ്റെ ഹോൾഡിംഗ് കുറവാണെങ്കിലും കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട്, ഇപ്പോൾ 2017 മുതലുള്ളൊരു ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പ്രൊമോട്ടർ ഹോൾഡിംഗ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവർ ഏതോ സാഹചര്യത്തിൽ ഇവരുടെ സ്റ്റേക്ക് വിറ്റേക്കേണ്ടി വന്നു, പക്ഷേ അതവർക്ക് ബൈബാക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വളരെയധികം ക്വാളിഫൈഡ് ഇൻവെസ്റ്റേഴ്സ് ഉള്ള ഒരു സ്റ്റോക്ക് എന്നുള്ള നിലക്കും ഹൈലി പ്രൊഫഷണലി മാനേജ് ചെയ്യപ്പെടുന്ന ഒരു സ്റ്റോക്ക് എന്നുള്ള നിലക്കും ഈ സ്റ്റോക്ക് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇതൊരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ ഉദ്ദേശിച്ച് വാങ്ങുന്നവർ മാത്രം വാങ്ങിയാൽ മതി. കാരണം ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഗ്രോത്ത് വളരെ സ്ലോ ആണ്. ഫ്യൂച്ചർ ഗ്രോത്തിൻ്റെ സാധ്യതയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.